പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മൊഗ്ര പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അബ്ദുള്ള കുഞ്ഞി, മുഖ്യാതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ അഭിമാനമായ ശ്രീ കെ ആർ ആളുവ കോട്ടക്കഞ്ചി, മറ്റൊരു മുഖ്യാതിഥിയെ കൂടി നമുക്ക് ഇന്നത്തെ ദിവസം ലഭിച്ചിരിക്കുകയാണ്. പ്രസിദ്ധ സിനിമാ നടി ശ്രീ ചിത്ര നായർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അർഫാന നജീബ് അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ സ്കൂളിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകന്മാർ, മുമ്പ് അനുഷ്ഠിച്ച അധ്യാപകന്മാർ, PTA കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, എല്ലാ സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നീണ്ട പ്രസംഗം ആര് നടത്തിയാലും അത് ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. ഞാൻ ഇവിടെ ഈ പ്രോഗ്രാം നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും വളരെയധികം ഞാനും നിങ്ങളും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഓരോരുത്തരുടെയും പേരുകൾ പ്രത്യേകം എടുത്ത് പറഞ്ഞാലും എൻ്റെ പ്രസംഗം നീണ്ടുപോകും എന്നതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും പേരുകൾ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ജനപ്രതിനിധികളായാലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏത് വിശിഷ്ട വ്യക്തിയായാലും ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ പരിപാടിയിൽ മാത്രം പങ്കെടുക്കാനാണ് ഞാൻ മറ്റ് പരിപാടികൾ ഒക്കെ കട്ട് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന്. മറ്റ് പരിപാടികൾ ഉണ്ടായിരുന്നോ കട്ട് ചെയ്തിരുന്നോ എന്നത് വേറെ കാര്യം. പക്ഷേ ഞാനിപ്പോൾ നെഞ്ചത്ത് കൈവച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, അസംബ്ലി സമ്മേളനം നടക്കുകയാണ്. സിറാജ് അതിവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അസംബ്ലി സമ്മേളനം നടക്കാത്ത സമയത്ത് ആർക്കും കളവ് പറയാൻ സാധിക്കില്ല. അസംബ്ലി സമ്മേളനം നടക്കുന്ന സമയത്തും കളവ് പറയാൻ സാധിക്കില്ല. നിയമസഭാ TV ഉണ്ട്, ലൈവിൽ അതൊക്കെ ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അസംബ്ലി സമ്മേളനം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. എല്ലാ MLA മാരും അസംബ്ലിയിലാണ്. ഞാൻ എൻ്റെ അപൂർവം കേരള നിയമസഭയിലെ നിയമസഭാ സമ്മേളനം കട്ട് ചെയ്യാത്ത അപൂർവ MLA മാരിൽ ഒരാളാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നെക്കൊണ്ട് ഇന്നത്തെ അസംബ്ലി സമ്മേളനം, ഇന്നത്തെ അസംബ്ലി സിറ്റിംഗ് കട്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് സിറാജ് മൂപ്പനാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിലെ PTA കമ്മിറ്റി ഭാരവാഹികളാണ്, നാട്ടുകാരാണ്. എല്ലാത്തിനും ഉപരി ഈ സ്കൂളിനോടുള്ള എൻ്റെ സ്നേഹവും വാത്സല്യവുമാണ് എന്നതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു UP സ്കൂളിൻ്റെ 100ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ തീർച്ചയായും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് ഏതെങ്കിലും കോളേജിൻ്റെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, നിരവധി കോളേജുകൾ, ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിരവധി കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ടാകും. അങ്ങനെ നിരവധി കോളേജുകൾക്ക് നേതൃത്വം നൽകുന്ന വലിയ യൂണിവേഴ്സിറ്റിയുടെ ഉത്സവമാണോ ഇത് എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അത്ഭുതം മാത്രമല്ല, എനിക്ക് അഭിമാനം തോന്നിയത്, ഈ സ്കൂളിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ഭാഷയില്ല. എല്ലാ ആളുകളും സാധാരണ ചിലയിടങ്ങളിൽ ഒരു പരിപാടി നടക്കുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചില അപസ്വരങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഭാഷകളുടെ പേരിൽ ചില അപസ്വരങ്ങളുണ്ടാകും, മറ്റ് കാര്യങ്ങളുടെ പേരിൽ ചില അപശബ്ദങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഒരു അപശബ്ദങ്ങളും ഇല്ലാത്ത വിധത്തിൽ മനോഹരമായി ഈ സ്കൂളിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് തീർച്ചയായും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഭാവി തലമുറ ഇപ്പോൾ ഈ ഒരു കാര്യം 2026 ഫെബ്രുവരി 4-ാം തീയതി നമുക്ക് ഈ പരിപാടി ഇത്രയും മനോഹരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മളെ ഓർത്ത് ഭാവി തലമുറ അഭിമാനം കൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ സംഘാടകരെ
ഞാൻ ആത്മാർത്ഥമായി ആ കാര്യത്തിൽ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ആളുകൾ നൊന്ത് പണിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ വിശിഷ്ടാതിഥി ആൽവ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത്, ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ അബ്ദുൽ അമീർ കല്ലങ്കടി, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ അഭിനന്ദിക്കുവാൻ എൻ്റെ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇപ്പോൾ PTA പ്രസിഡൻ്റായാലും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റ് കമ്മിറ്റിയായാലും ഇവിടുത്തെ ജനപ്രതിനിധികളായാലും നാട്ടുകാരായാലും എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോൾ പോലും ഇത്രമാത്രം ഉത്സാഹം അവർ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഉത്സാഹമാണ് അവർ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക ഈ സ്കൂള് ഏത് കാലത്തുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ വിവരിച്ചപ്പോൾ നമ്മളിൽ പലർക്കും രോമാഞ്ചമുണ്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ സ്കൂള് എങ്ങനെ ഉത്ഭവിച്ചു, ഇടയ്ക്ക് ഈ സ്കൂൾ ഇല്ലാതായി, ആ ഇല്ലാതായതിൽ നിന്നും ഈ സ്കൂളിനെ പുനരുജ്ജീവിപ്പിക്കാൻ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ അതൊക്കെ വായിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് രോമാഞ്ചമുണ്ടാകും. കാരണം നമ്മുടെ പൂർവികർ ഒന്നും ആഗ്രഹിക്കാതെയാണ് അവർ നമ്മുടെ ഈ നാട്ടിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരുന്നതിൽ ശ്രമിച്ചിട്ടുള്ളത്. ഒന്നും അവരാഗ്രഹിച്ചില്ല. അവരൊന്നും ഇപ്പോൾ നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല. അവരൊന്നും ആഗ്രഹിച്ചിട്ടല്ല അവർ പ്രവർത്തിച്ചത്. അവരുടെ ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു, നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന്. അത് ഇന്ന് നമുക്ക് സാധിച്ചു. തീർച്ചയായും അതിന് മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരോട് ആ കാര്യത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ വൈകി. എനിക്ക് ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, നമ്മളിന്ന് കുറേ അധ്യാപകന്മാരെ ആദരിക്കുകയാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ നമുക്ക് എളുപ്പം ആദരിക്കാൻ കഴിയും. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ, ഈ നാട്ടുകാരെ വിദ്യ അഭ്യസിപ്പിച്ച അധ്യാപകന്മാരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ആദരിക്കുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട്, എന്നെ LP സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകന്മാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? UP സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാർ ജീവിച്ചിരിപ്പുണ്ടോ? എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകന്മാർ ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടോ? കോളേജിൽ എന്നെ പഠിപ്പിച്ച ലെക്ചർമാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അവരെയൊക്കെ ഒന്ന് ജീവിതത്തിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അവരുടെ മുഖം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ്. നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മൾ നടന്നു വന്ന വഴിയെ നമ്മൾ മറക്കാൻ പാടില്ല. ഞാനിപ്പോൾ MLA എന്നതിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും അത് എനിക്ക് സാധിച്ചത് പണ്ട് എന്നെ കുറേ അധ്യാപകന്മാർ എനിക്ക് അക്ഷരം പറഞ്ഞു തന്നതുകൊണ്ടാണ്. അവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. അപ്പോൾ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരെ, പഴയ അധ്യാപകന്മാരെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അവരുടെ മുഖം ഒന്ന് കാണാൻ എനിക്ക് പറ്റുമോ എന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്കൂളിൽ പഠിപ്പിച്ച, വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച കുറേ അധ്യാപകന്മാരെ അവരെ തേടിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവരെ ആദരിക്കുവാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ 100ാം വാർഷികത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നൊന്ത് പണിയെടുത്ത ഒരുപാട് നോവ് സഹിച്ചിട്ടുണ്ടാകും. ഈ അധ്യാപകന്മാർ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വസിക്കുന്ന ആളുകളാണ്. അവരുടെയൊക്കെ വിലാസം കണ്ടുപിടിച്ച് അവരുടെ എത്തിക്കുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാര്യമാണ്. അതിന് നേതൃത്വം നൽകിയ, ആ നോവ് സഹിച്ച് അധ്യാപകന്മാരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ആദരിക്കാൻ തയ്യാറായ ഈ 100ാം വാർഷികത്തിൻ്റെ സംഘാടക സമിതിയെയും ഈ സ്കൂളിലെ PTA കമ്മിറ്റിയെയും ഇവിടുത്തെ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ആ കാര്യത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മഗ്രാപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഇതുവരെ ഞാൻ കാണിച്ച താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം ഞാൻ കാണിക്കുമെന്നുള്ള ഉറപ്പുകൂടി ഈ അവസരത്തിൽ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ആ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ഉറപ്പ് ഈ സ്കൂളിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടക സമിതി 100ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആ യോഗത്തിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്,
കുറേ കാലമായി സിറാജ് അടക്കമുള്ള ഇപ്പോഴത്തെ PTA പ്രസിഡൻറ്റും മുമ്പത്തെ PTA പ്രസിഡൻറ്റും നാട്ടുകാർ ഈ സ്കൂളിലെ അച്ചമടക്കുള്ള അധ്യാപകന്മാരൊക്കെ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സ്കൂളിന് MLA ഫണ്ടിൽ നിന്നൊരു ബസ് വേണമെന്ന്. ഞാനത് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറകോട്ട് പോവുകയില്ല. ഞാൻ പടിയിറങ്ങുന്നതിന് മുമ്പ് എൻ്റെ പേരിൽ ഒരു സ്കൂൾ ബസ് ഈ ഭാഗത്ത് കൂടി ഓടും എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ മനോഹരമായി ഈ 100ാം വാർഷികാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ കലക്ടർ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു SIRുമായി ബന്ധപ്പെട്ട പല യോഗങ്ങളും അദ്ദേഹം വിളിച്ചു, അതിൻ്റെ തിരക്കിലാണ്, എപ്പോഴെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി, അദ്ദേഹം നാളെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. ഇന്ന് സമയം കിട്ടുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നാളെ തീർച്ചയായും വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ജില്ലാ ഭരണാധികാരിയായാലും പോലീസ് മേധാവിയായാലും ഒരുപാട് താല്പര്യം ഈ സ്കൂളിനോട് കാണിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഈ 100ാം വാർഷികം നമുക്കതിന് വലിയ പ്രചോദനം മായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി UP സ്കൂൾ മഗ്രാപുത്തൂറിൻ്റെ ഈ 100ാം വാർഷികം ഉജിർ നിലാവ് എന്ന് നമ്മൾ പേരിട്ട ഈ 100ാം വാർഷികം വളരെ അഭിമാനത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സാർ. ഈ വാർഷികാഘോഷ